പ്രേസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി എന്താണ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ക്വാളിറ്റി എന്താണ് ഇന്ന് പലർക്കും അത് അറിയാതെ പോകുന്നു. ഒരു സാധാ ക്രിസ്ത്യാനി ആ ഒരു ഇതിൽ കണക്ക് കൂട്ടുന്ന ആളുകളുണ്ട്. അല്ല, ഞാൻ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, സഭയുടെ ശിരസ് എൻ്റെ യേശു ക്രിസ്തു, ഞാൻ സഭയുടെ അംഗവുമാണ്, അങ്ങനെ കണക്ക് കൂട്ടുന്ന ആളുണ്ട്. രണ്ട് തരത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയെ പറ്റി നമുക്ക് ഇന്ന് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ചർച്ച് ബിലീവേഴ്സ് അവൻ്റെ ക്രിസ്ത്യാനിത്വം വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒരു 8 to 11 മണി വരെ ആ ക്രിസ്ത്യാനിത്വം അവിടെ തീർന്നു. അവൻ്റെ എല്ലാ ഞായറാഴ്ചയും 8 to അല്ലെങ്കിൽ ഒരു 11 മണി വരെയും അതിൻ്റെ ഇടയിൽ എല്ലാ ക്രിസ്ത്യാനിത്വവും തീർന്നു. കാരണം പിന്നീട് ലോകക്കാരനാണ്. ലോകം എന്ത് നടത്തുന്നു, ജാതികൾ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ മുമ്പോട്ട് പോകുന്നു, എന്ത് ചർച്ച ചെയ്യുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അതിലെല്ലാം അകത്തു പോയി അതിൻ്റെ എല്ലാം ഭാഗവാക്കുകളാകുകയും ചെയ്യുന്നു. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് ചർച്ച് ബിലീവേഴ്സ് എന്ന് പറഞ്ഞത്. അവർ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. അതാണ് ചർച്ച് ബിലീവേഴ്സ് എന്ന് പറഞ്ഞത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ അധികാരികളും കൂടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. എന്നാൽ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി എന്താണ്, അവൻ്റെ ക്വാളിറ്റി എന്താണ്, ഒരു ക്രിസ്ത്യാനിയുടെ ക്വാളിറ്റി എന്താണ്, യഥാർത്ഥമായ ക്രിസ്ത്യാനി എന്താണ്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് വിശുദ്ധ 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-19 വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായി ഇരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ക്വാളിറ്റി. നിങ്ങളെ ആരാണോ വിളിച്ചത് ആ വിളിച്ചവൻ്റെ പരിശുദ്ധി അറിഞ്ഞിരിക്കണം. ഒരു കള്ളൻ വിളിച്ചു കഴിഞ്ഞാൽ, ഒരു കള്ളൻ, ഒരു മോഷ്ടാവ് ഒരാൾ മോഷ്ടിക്കാൻ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ആ രണ്ടുപേരും തുല്യതയാണ്. കാരണം എന്തുവാ, അവൻ മോഷ്ടിച്ച് പരിചയമുള്ളവൻ, രണ്ടാമത് മോഷണം വിളിക്കുന്നവനും പോകുന്നവനും പരിചയമുള്ളവനാണ്. ഇത് മദ്യപാനി ആയിക്കോട്ടെ, ഒരാൾ മദ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും പരിചയസമ്പന്നരാണ്. അല്ലെങ്കിൽ ആദ്യം തുടക്കക്കാരനാണെങ്കിൽ പോലും പിന്നീട് പരിചയസമ്പന്നനായിക്കളും. അപ്പോൾ അവൻ്റെ ക്വാളിറ്റി അതാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ക്വാളിറ്റി ഇവിടെ നമ്മൾ കാണുവാണ്, മറിച്ച് നിങ്ങളെ വിളിച്ചവൻ ആരോ അത് പരിശുദ്ധനായി ഇരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും അതിലെ ഭാഗവത്തായിരിക്കണം. സഭയുടെ അംഗമെന്ന് പറയുന്നത് അതാണ്. യേശു എന്ത് ചെയ്തു അത് ആ സഭയുടെ ഭാഗമാകായിരിക്കുന്ന വ്യക്തികൾ ചെയ്യണം. അതാണ് ഇവിടെ പത്രോസ്ലീഹ വ്യക്തമായിട്ട് ഇവിടെ ബോധിപ്പിക്കുന്നത്. അതിനകത്ത് 16-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധനായിരിക്കണം. അപ്പോൾ വിളിച്ചവൻ ആരാണ്? അത്യുന്നതനായ ദൈവമാണ് വിളിച്ചത്. ആ ദൈവം പരിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ സഭയുടെ അകത്ത് ഇരിക്കുന്നവനും പരിശുദ്ധിയിൽ നിറഞ്ഞിരിക്കണം. ഒരു ക്വാളിറ്റി, അത് അവൻ്റെ ക്വാളിറ്റിയാണ്. അവൻ്റെ സംസാരം, അവൻ്റെ നടപ്പ്, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ഭാഷകൾ എല്ലാം യേശുക്രിസ്തു എന്താണോ കാണിച്ചു തന്നത് അത് അപ്പോസ്തലന്മാർ അത് പഠിപ്പിച്ചു. അപ്പോസ്തലന്മാരിൽ കേട്ട് പഠിച്ച് മുന്നോട്ട് വന്ന ഓരോ ക്രിസ്ത്യാനിയാണ് അവൻ്റെ ക്വാളിറ്റി എന്താണ് അവൻ തെളിയിക്കണം. പുറമേ നിന്നൊരു ജാതിക്കാരൻ നോക്കുമ്പോൾ ഇവനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയണമെങ്കിൽ അവൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് അവൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്നു, നീ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഒരു ക്രിസ്ത്യാനിക്ക് പോയിരിക്കാൻ പറ്റുമോ? നിന്നെ വിളിച്ചതാരാണ്? പരിശുദ്ധനായ അത്യുന്നതനായ ദൈവമാണ്. എവിടെ കിടന്നതാണ്? വെറും വൃത്തികേടിൽ കിടന്ന, വെറും പാപത്തിൻ്റെ അഴുക്ക് ചാലിൽ കിടന്ന, വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമായി സഭയുടെ അകത്ത് മാറ്റി നിർത്തിയ മനുഷ്യൻ, അവനൊരു ക്വാളിറ്റി ഉണ്ട്. എന്താണ് ക്വാളിറ്റി? എന്നെ വിളിച്ച അത്യുന്നതനായ ദൈവത്തിൻ്റെ ക്വാളിറ്റി. ഞാൻ മുഖേന ദൈവനാമത്തിനും ഒരിക്കലും പേരുദോഷം ഉണ്ടാക്കരുത്. ആ ഒരു ക്വാളിറ്റി അവൻ്റെ അകത്ത് മാംസപ്പലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി എഴുതി വെച്ചിരിക്കുന്നു. അത് അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ക്വാളിറ്റി പിന്തുടർച്ച നടത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ, ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കണം.
അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് രണ്ട് കൂട്ടം കാര്യമുണ്ട്. ഒന്ന് ഭയം ഉണ്ടാകണം. എന്താണ് ഭയം? ഞാൻ ആരാധിക്കുന്ന ദൈവം അത് നിഷ്പക്ഷമായി വിധിക്കും. ആ ദൈവത്തെ ഞാൻ ഭയത്തോടെ കാണണം. ഇതെൻ്റെ ഒരു പ്രവാസകാല, ഒരു വിശ്വാസിയുടെ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് പ്രവാസകാലം. അവൻ ഏറെയായാൽ 80 വയസ്സ് മാത്രമേ അവന് ആയുസുള്ളൂ. അപ്പോൾ ഏറെയായാൽ 80 വയസ്സിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ചെറിയൊരു പ്രവാസകാലം. ഇപ്പോൾ സപ്പോസ് ഒരാളൊരു ടൂർ പോവുക, വിദേശത്തൊരു ടൂർ പാക്കേജ് പോവുക, അവൻ്റെ വീട്ടിൽ നാളെ തിരിച്ചു വരണ്ടേ? തിരിച്ചു വരണമെങ്കിൽ അവൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. അവൻ അവിടെ പോയി, വിദേശത്ത് പോയി കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവനെ വിടുമോ? അവിടുത്തെ ജയിൽ ശിക്ഷ, അവിടുത്തെ പീഡനങ്ങൾ, ദണ്ഡനങ്ങൾ, ചെയ്ത ശിക്ഷയുടെ അല്ലെങ്കിൽ അവിടെ എന്ത് തെറ്റ് ചെയ്തോ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഈ പാപം ചെയ്യുന്നത്, ഈ തെറ്റ് അത് അവിടുത്തെ ഗവൺമെൻറ്റിന് എതിരായി തെറ്റ് ചെയ്താൽ അത് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നതല്ല. നീ ചെയ്ത തെറ്റെന്തോ അതിന് ശിക്ഷ അനുഭവിച്ചു എന്ന് പറഞ്ഞതുപോലെ നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ സ്തോത്രം ഒരു ശിക്ഷ ഉണ്ട്. അതാണ് ഭയത്തോടെ ജീവിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ഒരു ക്രിസ്ത്യാനി നിന്നെ വിളിച്ചത് ചേറ്റിക്കിടന്നത്, ആ വളരെ മ്ലേച്ഛതയിൽ കിടന്ന ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്? എന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ട്? അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ വിളിച്ചത് എന്തിനാണെന്ന് നമുക്ക് കാണാം. നിങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ഈ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തോളം പോയി സാക്ഷികളാകണം. അതാണ് 1-ാമത്തെ ക്വാളിറ്റി. വിളിച്ചവൻ്റെ ക്വാളിറ്റി അതാണ്. നിന്നെ വിളിച്ചവൻ്റെ ക്വാളിറ്റി, എന്തിനാണ് എന്നെ വിളിച്ചത്? ഒരു ഉത്തരവാദിത്വം ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു വിവാഹത്തിന്, അത് ലോകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ, ഒരു വിവാഹത്തിന് ഒരാളെന്നെ വിളിച്ചു. അവൻ എന്തിനാണ് വിളിച്ചതിൻ്റെ ഉദ്ദേശം? ഒന്ന്, അവരുടെ വീട്ടിൽ ചെല്ലുക, അവരുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ആ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കണം, അത് സജീവമായി പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വിളിക്കണം. ഇതുപോലെ തന്നെ പാപത്തിൻ്റെ അവസ്ഥയിൽ കിടന്ന എന്നെയും നിങ്ങളെയും വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ക്വാളിറ്റി ദൈവത്തിൻ്റെ മുമ്പാകെ, ജനത്തിൻ്റെ മുമ്പാകെ കാണിക്കണം. അതിനകത്ത് അനുസരണം ഉണ്ടാകണം. ഒരു ക്വാളിറ്റിയാണ് അനുസരണം. ഹെബ്രായർ 5:9 വായിക്കുമ്പോൾ പരിപൂർണനാക്കപ്പെട്ടതു വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. ഒന്നാമതാണ് വിളിച്ചവനെ അനുസരിക്കുക. അനുസരിക്കുമ്പോൾ കിട്ടുന്നതാണ് പരിപൂർണനാക്കപ്പെട്ടത് വഴി. ആരാണ് പരിപൂർണനാക്കപ്പെട്ടത്? അത്യുന്നതനായ കർത്താവായ യേശുക്രിസ്തു വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. അപ്പോൾ അനുസരണയുടെ ഒന്നാമത്തെ, ക്രിസ്തുവിനെ അനുസരിക്കുന്ന കൂടി, സഭയിൽ അനുസരിക്കുന്ന കൂടി ഒന്നാമത് കിട്ടുന്നതാണ് നിത്യരക്ഷ. നിത്യരക്ഷ. ആദ്യം നിത്യമരണത്തിലേക്ക് പോയി കിടന്നത്. ഈ നിത്യമരണത്തിൽ നിന്നാണ് നിത്യരക്ഷയിലേക്ക് യേശു ഉയർത്തിക്കൊണ്ടുവന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ലേവിയുടെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. അപ്പോൾ വിളിച്ചവൻ ആരാണ്? വിശുദ്ധനാണ്. അപ്പോൾ വിളിച്ചതുപോലെ തന്നെ ഞാൻ വിളിച്ച ഒരാൾ അവനും വിശുദ്ധനായിരിക്കണം. ഇതെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ചെക്ക് ചെയ്യണം. അതോ ഞാൻ വെറും ഒരു ചർച്ച് ബിലീവേഴ്സായിട്ട്, ഒരു പള്ളി ക്രിസ്ത്യാനി ആയിട്ടാണോ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്നുള്ള ഒരു വലിയ കാര്യത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ്. ഇത് പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, വിളിച്ച ഒരു ദൈവത്തിൻ്റെ അതിശക്തമായി ക്വാളിറ്റി ആരിലൂടെയാണ് നമ്മൾ വിളിച്ചത്? അത്യുന്നതനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരുവനെ വിളിക്കുന്നു. അവൻ്റെ സകല പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മോചനം അവന് കൊടുത്ത് കാൽവരി ക്രൂശിൽ അവന് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗത്തിലൂടെ വിശ്വസിക്കുന്ന സകലരെയും സഭയോട് ചേർത്ത് ശിരസായി ക്രിസ്തു നിൽക്കുമ്പോൾ അവന് വിളിച്ചതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? ഇത് പുത്രനെ ആദരിക്കാത്ത, അല്ലെങ്കിൽ ദൈവം എന്ന് നമുക്കറിയാം, യഹോവസാക്ഷിക്കാരൊക്കെ പറയേണ്ടത് യേശു ക്രിസ്തു ദൈവമല്ല, അല്ലെങ്കിൽ യേശുത്തിന് സാധാ ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറയുമ്പോഴും ചിന്തിക്കുക, അവിടെ ഒന്നും അവർ യേശുവിനെ ദൈവമായിട്ടൊന്നും സാധാ ഒരു മറിയത്തിൽ ജനിച്ചൊരു മകൻ, അത്രയേ അവർ കണക്ക് കൂട്ടുന്നുള്ളൂ. എന്നാൽ അങ്ങനെ അത്ര പോലും വിശ്വാസമില്ലാതെ ഒരു ചർച്ച് ബിലീവേഴ്സ്
ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ചർച്ച് ബിലീവേഴ്സിനെ സംബന്ധിച്ചാൽ അവരെ യേശു ആരാണെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ യേശുവിൻ്റെ ക്വാളിറ്റി എന്താ, നിന്നെ ആരെ വിളിച്ചേക്കണമെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളെ സഭയിൽ ഇന്ന ആൾ വിളിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് ആളുകളുടെ പേര് പറയും. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞാനൊരിക്കൽ ഏതാണ്ട് 110 കിലോമീറ്റർ നടന്ന് ഒരു ചർച്ചിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 വർഷം അടുപ്പിച്ച് പോരാ. അത് എവിടെ നിന്ന് പഠിച്ചു? പിതാക്കന്മാരിൽ നിന്ന് പഠിച്ചതാ. അവരെന്നെ കാണിച്ചു തന്ന. കാരണം അവർ കാണിച്ചാൽ ആ വ്യർത്ഥമായ അവരുടെ നേർച്ച കാഴ്ചകൾ. അതുപോലെ 10-25 വീട് കയറി ഇറങ്ങണം. കയറി ഇറങ്ങിയിട്ട് 25 കല്ല് ഇങ്ങനെ കൈ പിടിക്കണം. ഒരു വീട്ടിൽ കയറുമ്പോൾ ഒരു കല്ല് കളയണം. അങ്ങനെ 25 കല്ല് എപ്പോൾ തീരുന്നുവോ അപ്പോഴാണ് ആ 25 വീട് പൂർത്തിയായിരിക്കപ്പെടുന്നത്. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഈ വ്യർത്ഥമായ പാരമ്പര്യത്തിൽ നിന്നെല്ലാം നമ്മളെ ദൈവം നമ്മളെ വിളിച്ചത് എന്ത് കൊടുത്തിട്ടാണ്? അവൻ്റെ യേശുവിൻ്റെ രക്തത്തെ കൊടുത്തിട്ടാണ്. വെള്ളിയോ പൊന്നോ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന മൂലപദാർത്ഥങ്ങളല്ല നമ്മുടെ ജീവന് വേണ്ടി പകരം വെച്ചത്. അപ്പം നമ്മളെ വിളിച്ച, എന്നെയും നിങ്ങളെയും വിളിച്ച ആ ദൈവത്തിൻ്റെ ക്വാളിറ്റി നമ്മളിലുണ്ടോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വാളിറ്റി ഇല്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു ചർച്ച് ബിലീവേഴ്സായി മാറിക്കഴിഞ്ഞു, ഒരു പള്ളി ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് അത്ര വിലയ്ക്ക് വാങ്ങിയത്. ഒന്ന് ചിന്തിച്ച് നോക്കി. കറയോ കളങ്കമോ ഒന്നുമില്ലാത്ത കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് മേടിച്ചത് വിളിച്ചവൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, ആ വിശുദ്ധൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ചിന്തിക്കുക. നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ ആ വലിയ കൃപയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട്, ആ വിശ്വാസത്തിൻ്റെ പടവിൽ നിന്നുകൊണ്ടാണോ ജീവിക്കുന്നത്, അതോ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന മാമൂലായ സ്നേഹങ്ങളും മനുഷ്യൻ്റെ കൈപ്പണിയായി വെച്ചിരിക്കുന്ന വിഗ്രഹത്തിനെയൊക്കെ സേവിച്ച് മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന നേർച്ച കാഴ്ചകൾ ആശ്രയിച്ച് അത് പ്രവർത്തിച്ചാണോ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഒരു ക്രിസ്ത്യാനിയെ നീയെങ്കിൽ നിന്നെ ആരാണോ വിളിച്ചത് ആ വിളിച്ച വിശുദ്ധൻ്റെ ഒത്ത സ്വഭാവ ഗുണത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ മാത്രമേ യഥാർത്ഥമായി ശിരസിൻ്റെ, അതായത് സഭയുടെ കീഴിൽ സഭയ്ക്കകത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ സഭയ്ക്കകത്തൊന്നും വരുന്നില്ല. ഒരു പുറത്ത് ഏതോ ഒരു മനുഷ്യൻ, ഒരു ജാതീയനായി എത്രയോ പേര് ജീവിക്കുന്നു. ആ ജാതീയ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു താൽക്കാലിക ജീവിതം കഴിച്ചു, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അത്രയേ ഉള്ളൂ. മറിച്ചാണ് എങ്കിൽ, സഭയ്ക്കുള്ളിലാണ് എങ്കിൽ, ക്രിസ്തുവിൻ്റെ ആ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന ആ ക്വാളിറ്റി നമ്മളുടെ അകത്ത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവനൊരു ക്രിസ്തീയ ദൈവ പൈതലാണ്, അവനൊരു ക്രിസ്തീയ കുടുംബമാണ്, അവൻ്റെ ലൈഫിൽ യേശുക്രിസ്തുവിൻ്റെ ആ ക്വാളിറ്റി അവനിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് വിളിച്ചവൻ ആരോ അവൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ജീവിക്കാൻ അപ്പോൾ വിശുദ്ധ പത്രോസ് ലീഗ നമ്മൾ ബോധിപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വചനം കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.